ആരംഭത്തിൽ ഇബ്രായ ഭാഷയിൽ ബ്രേഷിത്ത് ഒരു സമയപിഞ്ച് അല്ല, സമയം എന്നതിൻ്റെ ആരംഭം തന്നെയാണ് ഇത്. ഇതിനു മുമ്പ് എന്നതുപോലുമില്ലായിരുന്നു. അവിടെയുണ്ടായിരുന്നത് ദൈവം മാത്രം, സമയാതീതനായവൻ, അനന്തനായവൻ, സകല പരിപൂർണതയുള്ളവൻ. സെന്റ് ഓഗസ്റ്റിൻ പഠിപ്പിച്ചത് ഈ ക്ഷണത്തോടൊപ്പം തന്നെയാണ് സമയം സൃഷ്ടിക്കപ്പെട്ടത്. മൈമോണിഡസ് ഇത് സ്ഥിരീകരിക്കുന്നു. സൃഷ്ടിയിലെ ഭാഗമായാണ് സമയം. തോമസ് അക്വൈനാസ് ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിപ്രവർത്തനം ശക്തിയുള്ളതു മാത്രമല്ല, ജ്ഞാനപരവും നന്മ നിറഞ്ഞതും അനന്തമായ പ്രേമത്തിൽ നിന്നുമാണ്. ദൈവം സൃഷ്ടിച്ചു. ഇബ്രായത്തിൽ എലോഹിം ബാറ, എലോഹിം രൂപത്തിൽ ബഹുവചനം, അർത്ഥത്തിൽ ഏകവചനം. ദൈവിക മഹത്വവും രഹസ്യവും ഏകത്വവും പ്രകടിപ്പിക്കുന്ന ഒരു നാമം. ഈ നാമം പ്രഖ്യാപിക്കുന്നു, ഒരു സത്യദൈവം മാത്രമുണ്ടു. സകലതിലും ഉയർന്നവൻ തത്സമയ പഴയ പുരാണങ്ങളുടെ വെറുതെ കഥകളിൽ നിന്നും വ്യത്യസ്തമായി ഓർത്തഡോക്സ് പാരമ്പര്യം ഈ സത്യം വെളിപ്പെടുത്തുന്നു. ഇവിടെ യുദ്ധങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളും വൈരികളുമില്ല. ദൈവം മാത്രം സർവാധിപതിയാകുന്നു. ബാറ ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുക, ദൈവം മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്രിയ. പദാർത്ഥം മാറ്റി നിർത്തുക അല്ല, ദൈവവചനത്തിലൂടെ യാഥാർത്ഥ്യം തന്നെ പിറവിയിലേക്ക് കൊണ്ടുവരിക. കത്തോലിക്ക ചർച്ചയുടെ കാറ്റഗിസം സ്ഥിരീകരിക്കുന്നു, ദൈവം സ്വതന്ത്രമായി ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുന്നു. സൃഷ്ടി ശക്തിയും ഉചിതവും നിറഞ്ഞ ഒരു ദാനമാണ്. സ്വർഗവും ഭൂമിയും, ഇബ്രായ ഭാഷയിൽ എല്ലാ ഒന്നും ചേർത്തുള്ള ഒരു പദം. ഗാലക്സികളിൽ നിന്ന് മണൽക്കണക്കുകൾ വരെ, കാണാവുന്നതും കാണാനാകാത്തതും, ഭൗതികവും ആത്മീയവും. ഗ്രീക്ക് ഓർത്തഡോക്സ് ഉപദേശപ്രകാരം ഇത് കാണുന്നത് ആകാശഗോളങ്ങളായും ദൈവദൂതജനങ്ങളുടെ ലോകമായും. സെന്റ് ബാസിൽ എഴുതിയിരുന്നു, ഒരു വാക്കിൽ സ്വർഗവും ഭൂമിയുമുണ്ടായി. മഹത്തായ അത്ഭുതമെന്താണ്? നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവം നിന്നെയും സൃഷ്ടിച്ചു, കരുതലോടെയും ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും. ഉൽപ്പത്തി അധ്യായം 1 വാക്യം 2. ഭൂമി ആകൃതിയില്ലാതെ ശൂന്യമായിരുന്നു. ഇബ്രായത്തിൽ തോഹു വാബോഹു, ബ്രഹ്മാണ്ഡ ശൂന്യത ദുഷ്ടതയല്ല, പക്ഷേ ക്രമീകരണത്തിനായി കാത്തിരിക്കുന്ന ശൂന്യത. ദൈവത്തിന്റെ സൗന്ദര്യത്തിനു വേണ്ടി ഒരിക്കലും പൂർത്തിയാകാത്ത പെയിന്റിംഗ് ക്യാൻവാസ് പോലെയുള്ളത്. ആണ്ട് തെഹോം ആഴത്തിന്റെ മേൽ ഇരുണ്ടതായിരുന്നു. തെഹോം ബാബിലോണിയൻ കലാപകഥകളെ ഓർമ്മിപ്പിക്കുന്ന പദം. പക്ഷേ പഴയ കഥകളിൽ പോലെ അതിനകം യുദ്ധങ്ങളില്ല. ദൈവം വെറും വാക്കുകൊണ്ട് സമാധാനം കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ ചുറ്റി നിൽക്കുകയായിരുന്നു. റുവാഖ് എലോഹിം, ഒരു വിശുദ്ധ ദൃശ്യമായി ജീവൻ നൽകാൻ തയ്യാറായ അമ്മപക്ഷി പോലെ. കോപ്റ്റിക് പൂർവ്വ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇത് വിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി വ്യാഖ്യാനിക്കുന്നു. സൃഷ്ടിയെ ഒരുക്കിയതുപോലെ ഇന്നും ഹൃദയങ്ങളെ ഒരുക്കുന്ന ആത്മാവ്. അപ്പോൾ ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. അവിടെ പ്രകാശമുണ്ടായി. സൂര്യപ്രകാശമല്ല, അത് പിന്നെ എത്തും. ഇത് ആദ്യ പ്രകാശം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സത്യത്തിന്റെ ക്രമത്തിന്റെ പ്രകാശം. ദൈവം വിവരണം നൽകുന്നില്ല, ആജ്ഞാപിക്കുന്നു. അവൻ സംസാരിക്കുന്നത് സംഭവിക്കുന്നു. ഇതാണ് ലോഗോസ് പ്രവർത്തനത്തിലാകുന്നത്. ദൈവവചനം പോലെ യോഹന്നാൻ പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശം ക്രിസ്തുവിലേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യവാക്യത്തിൽ നിന്നും തന്നെ ജീസസിലേക്കുള്ള വഴിയുണ്ട്. ദൈവം പ്രകാശം നല്ലത് എന്ന് കണ്ടു. ഉപയോഗപ്രദമല്ല, നല്ലത്. ദൈവത്തിന്റെ മൂല്യവും ഉദ്ദേശവും അതിൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടത്തെ ഇരുണ്ടത് ദുഷ്ടതയല്ല, ഇത് വെറും പ്രകാശമില്ലാത്തതത്രേ. ദൈവം ഇരുട്ടിനും പ്രകാശത്തിനുമിടയിലുള്ള വ്യത്യാസം പ്രകടിപ്പിക്കുന്നു. സമം അല്ല, പക്ഷേ ഉദ്ദേശത്തോടെയുള്ള വേർതിരിക്കൽ. ദൈവം അതിന് പേരിടുന്നു, പകലും രാത്രിയും. ഇത് സമയത്തിന്റെ ആദ്യ താളമുണ്ടാക്കുന്നു. ബൈബിളിൽ പേര് നൽകുന്നത് എന്നത് അതിന് അർത്ഥവും തിരിച്ചറിയലും നൽകുന്നു. അങ്ങനെ വൈകുന്നേരം കടന്നു രാവിലെ എത്തിയിരിക്കുന്നു. ആദ്യ ദിവസം. അർത്ഥത്തിലുള്ള പാളികൾ. ദൈവശാസ്ത്രം, തിയോളജിക്കൽ. ദൈവം സ്രഷ്ടാവ്, പലരിൽ ഒരാളല്ല, ഏക സ്രഷ്ടാവ്. ക്രിസ്തുവിചാരം, ക്രിസ്റ്റോളജിക്കൽ. ആ പ്രകാശം ജീസസിനെ പ്രതിഫലിപ്പിക്കുന്നു, ലോകത്തിന്റെ പ്രകാശം. ഓർത്തഡോക്സ് ഉപദേശം, ദൈവാത്മാവ് ആ സമയത്ത് പോലെ ഇന്നും ജീവനുകൾ മേൽ ചുറ്റി നിൽക്കുന്നു. കത്തോലിക്ക പഠനം, സൃഷ്ടിക്രമിതവുമാണ്, നല്ലതുമാണ്, ഉദ്ദേശപൂർണവുമാണ്. ഇത് ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. പ്രൊട്ടസ്റ്റന്റ് വിശദീകരണം, ദൈവവചനം മാത്രമാണ് ജീവനും ഘടനയും നൽകുന്നത്. ആധുനിക പഠനം, ജോൺ വാൾട്ടൺ, ഉൽപ്പത്തി ദൈവം ഉദ്ദേശങ്ങൾ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, അവൻ പാർക്കുന്ന ഒരു വിശുദ്ധ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും. വിശുദ്ധരുടെ ജ്ഞാനം, അക്വൈനാസ്, ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും ജ്ഞാനത്തിലും നന്മയിലും പ്രേമത്തിലും ആധാരപ്പെട്ടതാണ്. ഒരു വ്യക്തിഗത ചിന്തയ്ക്ക്, നിന്റെ ജീവിതത്തിൽ എന്താണ് ഇരുണ്ടതായി, രൂപരഹിതമായത്, ശൂന്യമായത്? എവിടെയാണ് നിന്റെ തെഹോം? ആഴത്തിലുള്ള അസ്ഥിരത. വിശുദ്ധാത്മാവിനെ ക്ഷണിക്ക, വചനം സംസാരിക്കട്ടെ, പ്രകാശമുണ്ടാകട്ടെ. വീണ്ടും വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കുക,
നീ ലോകത്തിന്റെ കള്ളമഹത്വങ്ങൾ അനുകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടതല്ല. നീ ജീസസിനെ പോലെയായി പ്രകാശിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. സത്യമായ മഹത്വം സ്നേഹത്തിലും അനുസരണയിലും വിനയത്തിലും കാണാം. ലോകം കലാപത്തെ മഹത്വമാക്കുന്നു, പക്ഷേ ആത്മാവ് കീഴടങ്ങലിനെ മഹത്വപ്പെടുത്തുന്നു. ആ കീഴടങ്ങലാണ് നിന്നെ മാറ്റുന്നത്. ക്രിസ്തുവിൽ ആലോചന. ഇത് വെറും ചരിത്രമല്ല, ഇത് ദൈവീയ കവിതയുമാണ്, പ്രവാചകവചനവും വാഗ്ദത്തവുമാണ്. ഉൽപ്പത്തിയിലെ പ്രകാശം കൽവരിയിലെ പ്രകാശമാകുന്നു. ആ പ്രകാശം നിനക്കുള്ളിലുണ്ട്. ഒരു വ്യക്തിഗത ക്ഷണം നമുക്ക് ചേർന്നു പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ആത്മാവിലേക്ക് പ്രകാശം സംസാരിപ്പിൻ. എന്റെ ശൂന്യത ലക്ഷ്യത്തിലേക്ക് ആക്കി പരിവർത്തിപ്പിൻ. നിന്റെ ആത്മാവ് എന്നിൽ ചുറ്റി നിൽക്കട്ടെ, നിനക്ക് സമാനമായ രൂപത്തിൽ എന്നെ മാറ്റിയെടുക്കുവാൻ. ഈ സന്ദേശം നിന്നെ അനുഗ്രഹിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായം കുറിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പ്രകാശം ആവശ്യമുള്ള ഒരാൾക്കായി ഇത് ഷെയർ ചെയ്യൂ. പ്രശ്നങ്ങളോ പ്രാർത്ഥന ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ christ443@gmail.com എന്നിൽ ബന്ധപ്പെടൂ. വീണ്ടും കാണും വരെ പ്രകാശമുണ്ടാകട്ടെ, ക്രിസ്തു ഉണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ, അതിയും ശേഷമുള്ളതുവരെ.